മരമിരിപ്പൂത്താരീരം താരോ മരത്തെ നമ്പി കൊമ്പിരിപ്പൂത്താരീരം താരോ കൊമ്പേ നമ്പി ഇലയിരിപ്പൂത്താരീരം താരോ ഇലയ നമ്പി മൊട്ടിരിപ്പൂത്താരീരം താരോ മൊട്ടയെ നമ്പി പൂവിരിപ്പൂത്താരീരം താരോ പൂവെ നമ്പി കായിരിപ്പൂത്താരീരം താരോ കായെ നമ്പി പഴമിരിപ്പൂത്താരീരം താരോ പഴത്തെ നമ്പി കിളിയിരിപ്പൂത്താരീരം താരോ കിളിയെ നമ്പി വിത്തിരിപ്പൂത്താരീരം താരോ വിത്തെ നമ്പി നാമിരിപ്പൂത്താരീരം താരോ നമ്മെ നമ്പി മണ്ണിരിപ്പൂത്താരീരം താരോ നമ്മെ നമ്പി മണ്ണിരിപ്പൂത്താരീരം താരോ. പ്രിയപ്പെട്ട കക്കുന്നത്ത് MLP സ്കൂളിലെ എന്റെ പ്രിയപ്പെട്ട കുഞ്ഞുമക്കളെ, നിങ്ങളുടെ പ്രിയങ്കരിയായ കാർത്തിക ടീച്ചർ ക്ഷണിച്ചതിന്റെ ഭാഗമായിട്ട് കഴിഞ്ഞ വർഷം നിങ്ങളുടെ വിദ്യാലയത്തിൽ എനിക്ക് വരാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇന്ന് മറ്റൊരു രൂപത്തിലാണ് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നത്. പ്രത്യേകിച്ചും ഞാനിപ്പോൾ ഒരു നാട്ടുപാട്ട് പാടിയത് എന്തിനു വേണ്ടിയാണ് എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും. അട്ടപ്പാടിയിലെ ഇരുള സമുദായത്തിന്റെ പാട്ടാണിത്. മണ്ണിൽ നിന്ന് മണ്ണിലേക്ക് പോകുന്നതാണ് നമ്മുടെ ജീവിതമെന്ന് ഈ നാട്ടുപാട്ട് നമ്മോട് പറയുന്നു. പരാശ്രയത്തെക്കുറിച്ചും ആശ്രയിച്ച് ജീവിക്കുന്നതിന്റെ പ്രസക്തിയും പരസ്പരം സ്നേഹിച്ചും കഴിയേണ്ടുന്നതിന്റെ പ്രാധാന്യം ഈ പാട്ടിലൂടെ വ്യക്തമാക്കുകയാണ്. ഇത് പറയുമ്പോൾ ഇന്നത്തെ ദിവസത്തിന് ഒരു പ്രാധാന്യമുണ്ട്. കഥയുടെ രാജകുമാരനായിട്ടുള്ള ബേപ്പൂർ സുൽത്താൻ നമ്മോട് പറഞ്ഞതും ഇതേ കാര്യം തന്നെയാണ്. പരസ്പരം സ്നേഹിച്ചും ഈ ലോകത്തിലുള്ള സർവ്വചരാചരങ്ങളെയും സ്നേഹിച്ചുകൊണ്ട് സമൂഹത്തിൽ കഴിയണം എന്ന ഓർമ്മപ്പെടുത്തലാണ്. നമുക്ക് തുടങ്ങാം. ഗുത്തിനി ഹാലിട്ടലി താപ്പോ സഞ്ജിനി ബാലിക്കലൂട്ടാപ്പി ഹാലിക്ക ബാലിക്കലിഞ്ചല്ലോ സങ്കരബാഹ്നഹൂത്താലോ. ഹൃദയത്തിൽ സ്നേഹവും നന്മയും ഒക്കെ ഒത്തിരി സൂക്ഷിക്കുന്ന എന്റെ പ്രിയപ്പെട്ട കുഞ്ഞുമക്കളെ, നിങ്ങൾക്ക് ഈ പാട്ട് കേൾക്കുമ്പോൾ എനിക്ക് വട്ടായോ എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും. പക്ഷേ അതല്ല. വൈക്കം മുഹമ്മദ് ബഷീറിന്റെ പ്രസിദ്ധമായ എന്റെ ഉപ്പാപ്പയ്ക്കൊരു ആനയുണ്ടാർന്നു എന്ന കഥയിലെ ആയിഷ കുഞ്ഞിപ്പാത്തൂന് പാടിക്കൊടുത്ത മനോഹരമായ പാട്ടാണിത്. മലയാള ഭാഷയില് നാട്ടുഭാഷയുടെയും അല്ലെങ്കിൽ വീട്ടുഭാഷയുടെയും വെളിച്ചം പകർന്ന മഹാനായ എഴുത്തുകാരനാണ് വൈക്കം മുഹമ്മദ് ബഷീർ. അദ്ദേഹത്തിന്റെ അനിയനായ അബ്ദുൽ ഖാദറിന്റെ ഭാഷയിൽ പറയുകയാണെങ്കിൽ ആഖ്യയും ആഖ്യാതവുമില്ലാതെ എങ്ങനെ മലയാളത്തെ സൗന്ദര്യവൽക്കരിക്കാമെന്ന് അദ്ദേഹത്തിന്റെ കഥ പറയലിലൂടെ നമുക്ക് ഒരു വെളിച്ചം നൽകുന്നു. അന്നുവരെ നമ്മൾ കാണാത്ത ഒരു എഴുത്തിന്റെ ശൈലി. എന്റെ മുത്തച്ഛന് ഗജവീരനുണ്ടായിരുന്നു എന്ന് പറയുന്നിടത്താണ് എന്റെ ഉപ്പാപ്പയ്ക്ക് ഒരു ആന ഉണ്ടായിരുന്നു എന്ന് അദ്ദേഹം എഴുതിയത്. എന്തിനാണ് അദ്ദേഹം കഥ എഴുതിയിട്ടുള്ളത്? നമുക്ക് തീർച്ചയായും അദ്ദേഹത്തിന്റെ കഥാപാത്രങ്ങളെ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. നന്മയുള്ള ആളുകളെ കൂടുതൽ നന്മയുള്ളവരാക്കുക. ഇനി ചീത്തയുള്ള ആളുകളാണെങ്കിൽ അവരെ കൂടുതൽ നന്മയുള്ളവരാക്കി മാറ്റുക എന്നുള്ളതാണ് ഏത് എഴുത്തുകാരന്റെയും ധർമ്മം, ലക്ഷ്യം. അതുതന്നെയാണ് ബഷീറിന്റെ കൃതികൾ പരിശോധിക്കുമ്പോഴും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക. ഏത് കുറ്റവാളിയെയും സ്നേഹിക്കാനുള്ള മനസ്സിന്റെ ഉടമ ആണ് ബഷീർ. അദ്ദേഹത്തിന്റെ ഒരു ജീവിതത്തിലുണ്ടായിട്ടുള്ള ഒരു അനുഭവം ഏത് കുറ്റവാളിയെയും കൂട്ടുകാരനാക്കാനുള്ള കഴിവിനെ സ്പർശിച്ചുകൊണ്ടുള്ള ഒരു സംഭവമാണ് പന്നിയങ്കര കൊലക്കേസുമായി ബന്ധപ്പെട്ടിട്ടുള്ളത്. പന്നിയങ്കര കൊലക്കേസിൽ രവി എന്ന ആള് തന്റെ അയൽവാസിയായ ഒരു സ്ത്രീയെ കൊന്നിട്ട് ജയിലിൽ പോയി. തിരിച്ച് പരോളിന് ഇറങ്ങി വീട്ടിലേക്ക് എത്തിയപ്പോൾ വീട്ടുകാരും നാട്ടുകാരും അയാളെ ഒഴിവാക്കി. അപ്പോൾ ഹൃദയത്തോട് ചേർത്ത് സ്വീകരിച്ചത് ബഷീറാണ്. അങ്ങനെയുള്ള ബഷീർ ജൂലൈ 5 മരണപ്പെട്ടപ്പോൾ വാവിട്ട് കരയുന്ന രവിയുടെ ചിത്രം പത്രങ്ങളിലൂടെ നാം കണ്ടതാണ്. പിറ്റേ ദിവസം അദ്ദേഹം മരണപ്പെട്ടു. ഞാനിത് പറഞ്ഞു വന്നത് കഥയിൽ മാത്രമല്ല ജീവിതത്തിൽ പോലും സ്നേഹം പകർന്നു കൊടുക്കാനുള്ള ഒരു വലിയ വെളിച്ചം ബഷീറിന് ഉണ്ടായിരുന്നു. അത് ഏത് കഥാപാത്രങ്ങളെ എടുത്തു കഴിഞ്ഞാലും ഒരിക്കല് നല്ല മനുഷ്യൻ എന്ന കഥയിൽ പറയുന്ന ഒന്നുണ്ട്. അദ്ദേഹം ഒരു ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാൻ പോയി. ഭക്ഷണം കഴിച്ച് ബില്ലടക്കാൻ നോക്കുമ്പോൾ തന്റെ പോക്കറ്റിൽ പേഴ്സില്ല.
പേഴ്സ് മൊത്തത്തിലൊന്നും പരതി കാണുന്നില്ല. ആകെ ടെൻഷനായി. ഈ സമയത്ത് ഹോട്ടലിലുള്ള ഉടമ ഇയാളെ കുറെ ചീത്ത പറഞ്ഞു. ഈ സമയത്ത് അടുത്തുള്ള ഒരാൾ വന്നിട്ട് ബഷീറിന്റെ പൈസ അടക്കുകയാണ്. അങ്ങനെ ഇവർ രണ്ടുപേരും നടന്നു പോയിക്കൊണ്ടിരിക്കുമ്പോൾ അയാൾ പറയുന്നു, സുഹൃത്തെ, ഈ കാണുന്ന കുറേ പേഴ്സുകൾ കാണിച്ചുകൊണ്ട് പറഞ്ഞു, ഇവയിൽ ഏതാണ് നിങ്ങളുടേതെന്ന്. ബഷീർ തൊട്ട് കാണിച്ചു, ഇതാണ് എന്റെ പേഴ്സ് എന്ന്. ഈ പേഴ്സ് എടുത്ത് ആ മോഷണക്കാരൻ, ആ മോഷ്ടാവ്, പോക്കറ്റടിക്കാരൻ ഇയാളുടെ ബഷീറിന്റെ പോക്കറ്റിലേക്ക് ഇട്ടുകൊടുത്തു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, നിങ്ങളെ ദൈവം അനുഗ്രഹിക്കട്ടെ. ബഷീർ തിരിച്ചു പറഞ്ഞു, നിങ്ങളെയും എന്നെയും ദൈവം അനുഗ്രഹിക്കട്ടെ. അതായത് ഏതൊരു കുറ്റവാളിയുടെയും നന്മ മനസ്സിനെ മനസ്സിലാക്കാനുള്ള ഒരു എഴുത്തുകാരന്റെ തന്ത്രം മുഴുനീള കഥകളിൽ നമുക്ക് കാണാൻ കഴിയും. നർമ്മത്തിന്റെ ഭാഷ വേറിട്ടതാണ് അദ്ദേഹത്തിൻ്റെത്. ഒരിക്കല് അദ്ദേഹത്തിന്റെ വീട്ടില് ഗേറ്റിന്റെ മുമ്പില് ഒരാൾ വന്നു. ഉറക്കെ ചോദിക്കുകയാണ്, അകത്തേക്ക് വന്നോട്ടെ, ആരാത് എന്ന് ചോദിച്ചു. ഒരു ആരാധകനാണ്. അപ്പൊ ബഷീർ പറഞ്ഞു, ആരാധകനാണെങ്കിൽ അവിടെ നിന്ന് ആരാധിച്ചിട്ട് പോയിക്കൊള്ളൂ എന്ന്. മറ്റൊരു രസകരമായ ഒരു അനുഭവം, ഒരിക്കൽ ഹോട്ടലിൽ കയറി ഇരിക്കുമ്പോൾ പെട്ടെന്ന് ഒരാൾ കാലൻ കുടയുമായിട്ട് നടന്നു പോകുന്നു. ബഷീർ ഉറക്കെ ചോദിച്ചു, അല്ല, വൈക്കം മുഹമ്മദ് ബഷീറാണോ നിങ്ങൾ? അയാൾ പറഞ്ഞു, അല്ല. എങ്കിൽ ആ കുട അവിടെ വെച്ചേക്കൂ, അത് വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെതാണ് എന്ന്. ജീവിതത്തിൽ പോലും നർമ്മം പകർത്തിയതിന്റെ ഇത്തരം ഉദാഹരണങ്ങൾ അദ്ദേഹത്തിന്റെ കഥാപാത്രങ്ങൾ പരിശോധിച്ചാൽ നമുക്കറിയാൻ കഴിയും. അതില് എട്ടുകാലി മമ്മൂഞ്ഞ്, അനവരി രാമൻ നായർ, മണ്ടം മുത്തപ്പ, മുഴയൻ നാണു, ഇങ്ങനെ അദ്ദേഹത്തിന്റെ മൊത്തത്തിലുള്ള കഥാപാത്രങ്ങളൊക്കെ എടുത്തു കഴിഞ്ഞാൽ ആ ഒരു വൈവിധ്യം നമുക്ക് കാണുവാൻ കഴിയുമെന്നുള്ളതാണ്. അതുപോലെ സഹജീവികളോടുള്ള സ്നേഹം. ഉദാഹരണത്തിന് ഒരു 2 ഏക്കർ പറമ്പില്, തെങ്ങിൻ പറമ്പില് അദ്ദേഹം സ്വന്തമായി താമസിക്കാൻ സ്വന്തമായി വീടും, അതുപോലെ ഈ പറമ്പിന് ചുറ്റും മുൾവേലികൾ കെട്ടി ഒരു വലിയ ഇരുമ്പ് ഗേറ്റ് വെച്ച് ഷാൻ എന്ന ഉശരൻ നായെ വെച്ചിട്ട് സ്വസ്ഥമായിട്ട് സുരക്ഷിതത്തോടുകൂടി കഴിയുമ്പോൾ അവിടെ അതാ കടന്നു വരികയാണ് ആര്? ഒന്ന് പാമ്പ്, എലി, കരിന്തകള്, ചിത്രശലഭങ്ങൾ, ഇങ്ങനെ സകല ജീവികളും മുദ്ര പേപ്പറിൽ ഒപ്പിടാത്തവർ അല്ലെങ്കിൽ മുൾവേലികളെ ഭയമില്ലാത്തവർ തന്റെ പറമ്പിലേക്ക് കടന്നു വരുന്നു. എന്നിട്ട് അദ്ദേഹം സൂചിപ്പിക്കുകയാണ്, ഇവരാണ് യഥാർത്ഥത്തിൽ ഭൂമിയുടെ അവകാശികളെന്ന്. സത്യത്തിൽ ഭൂമിയുടെ അവകാശികളായിട്ട് ഈ പ്രകൃതിയിലുള്ള എല്ലാ ജീവജാലങ്ങൾക്കും പ്രാധാന്യമുണ്ട് എന്ന് അദ്ദേഹത്തിന്റെ ഓരോ എഴുത്തുകളെ പരിശോധിക്കുമ്പോഴും നമുക്ക് കാണുവാൻ കഴിയും. അതുപോലെ മനുഷ്യന്റെ ചില ചിന്തകളെപ്പറ്റി ഒരിക്കൽ നിരോധിച്ച പുസ്തകമാണ് കേശവൻ നായരും അതുപോലെ സാറാമ്മയും. ക്രിസ്ത്യാനിയായ സാറാമ്മയെ ഹിന്ദുവായ കേശവൻ നായർ പ്രണയിക്കുന്നു. അങ്ങനെ പ്രണയിക്കുന്ന സന്ദർഭത്തിൽ അവർ തമ്മിലുള്ള ചില ചോദ്യങ്ങളുണ്ട്. നമ്മുടെ കുട്ടികൾ ഉണ്ടായാൽ ഈ കുട്ടികളെ നമ്മൾ ഏത് മതത്തിൽപ്പെടുത്തി വളർത്തുമെന്ന്. അപ്പൊ അവര് തീരുമാനത്തിലെത്തുകയാണ്, അവര് എല്ലാ മതങ്ങളും പഠിക്കട്ടെ, മതങ്ങളെല്ലാം പഠിച്ചിട്ട് വലുതായിട്ട് അവർക്ക് ഇഷ്ടമുള്ള മതം തിരഞ്ഞെടുക്കട്ടെ എന്ന്. പിന്നെ രണ്ടാമതൊരു ചോദ്യം ചോദിക്കുകയാണ്, നമുക്ക് കുട്ടികൾ ഉണ്ടായാൽ നമ്മൾ അവർക്ക് ഏത് പേരിടും? അപ്പോൾ ആകെ ആശയക്കുഴപ്പമായി, ഈ ഏത് പേരിടണമെന്ന്. അപ്പോൾ നമുക്ക് റഷ്യൻ പേരിടാമെന്ന് കേശവൻ നായർ പറയുന്നു, പുഷ്കോവ് എന്നിടാം, അല്ലെങ്കിൽ ചപ്ലോസ്കി എന്നിടാം. അതേസമയത്ത് സറാമ പറയുന്നു ചൈനീസ് പേരിടാമെന്ന്. അങ്ങനെ അവർ ഓരോ പേരിടുകയാണ്. ആകാശം, കല്ല്, മിഠായി, ഇങ്ങനെ ഡിങ്ക ഹോയ്, ഇങ്ങനെയുള്ള വ്യത്യസ്തമായ പേരുകൾ. അവസാനം അവർ നറുക്കെട്ടെടുത്തു ആകാശ എന്നും മിഠായി എന്നും. അങ്ങനെ ആകാശ മിഠായി എന്ന് കുട്ടിക്ക് പേരിടാമെന്ന് തീരുമാനിച്ച മനോഹരമായ കഥ. എന്തായാലും ഇവയിലൊക്കെ പറയുന്ന ഒരു ധാർമ്മികമായ മൂല്യം അറിയാതെ സരസമായ ഭാഷയിൽ ബഷീർ കൃതികളിലൊക്കെ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. എന്തായാലും ഈ ദിനത്തിൽ കൂടുതലൊന്നും പറയുന്നില്ല. ആ നന്മ വെളിച്ചത്തിന്റെ ഒത്തിരി പുസ്തകങ്ങൾ വായിക്കുകയും അദ്ദേഹത്തിന്റെ കൃതികളെ ആഴത്തിൽ പഠിക്കുകയും ചെയ്യണം എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് നല്ല ആകാശ മിഠായികളായിട്ട് ആകാശത്തിന്റെ അനന്ത വിഹായസുകളിലേക്ക് സ്നേഹത്തിന്റെ പറവകളായിട്ട് ചിത്രശലഭങ്ങളെപ്പോലെ പാറി നടക്കാനുള്ള ഒരു സൗഭാഗ്യം നിങ്ങൾക്കുണ്ടാവട്ടെ എന്ന് ഹൃദയത്തോട് ചേർത്ത് ആശംസിച്ചുകൊണ്ട് എല്ലാവർക്കും എന്റെ സ്നേഹാശംസകൾ അറിയിക്കുന്നു. സജീവൻ ചെമ്മരത്തൂർ.